നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇ വെബിൽ ജനറേറ്റ് ആയതിനു ശേഷം, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ഇ വെബിൽ പിന്നീട് നമുക്ക് എങ്ങനെ എടുക്കുക. അപ്പോൾ ഇ വെബിൽ നമ്മൾ ജനറേറ്റ് ആയതിനു ശേഷം, അതായത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സിസ്റ്റം ഓഫ് ആവുക ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ആ ഇ വെബിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇവിടെ ഇ വെബിൽ അടിച്ച് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എടുക്കാതെ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഇ വെബിലിൻ്റെ സൈറ്റിൽ വന്ന് ഇ വെബിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പം നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതായത് നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു പുതിയൊരു ഇ വെബിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എടുക്കാതെ തന്നെ നമ്മൾ ഇത് ലോഗ് ഔട്ട് ചെയ്യണം. എന്നിട്ട് പിന്നീട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇ വെബിൽ എടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മളവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പുതിയൊരു ഇ വെബിൽ ക്രിയേറ്റ് ചെയ്യണം, നമുക്കൊരു ഇ വെബിൽ ഇവിടെ അടിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇ വെബിൽ എന്നുള്ള ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ന്യൂ ഇ വെബിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഇ വെബിൽ അടിക്കാൻ വേണ്ടി നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്പർ, അപ്പോൾ ട്രാൻസാക്ഷൻ ടൈപ്പ് നിങ്ങൾ റെഗുലർ ആണെങ്കിൽ റെഗുലർ കൊടുക്കുക. അതേപോലെ നിങ്ങളെ GST നമ്പറും അതേപോലെ അഡ്രസ്സും ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. B2B ബില്ലാണെങ്കിൽ ഇവിടെ GST നമ്പർ അടിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഡോക്യുമെൻറ്റ് നമ്പറൊക്കെ കൊടുക്കട്ടെ. അപ്പം നമ്മളിവിടെ ഡോക്യുമെൻ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ GST നമ്പർ, അതായത് നമ്മൾ ആർക്കാണോ സപ്ലൈ ചെയ്യുന്നത്, ആർക്കാണോ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് അവരുടെ GST നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നെയിം അതുപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് അഡ്രസ്സ് ഇനി ഷിപ്മെൻറ്റ് വേറെ സ്ഥലത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷിപ്പിൻ്റെ അഡ്രസ്സ് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അതായത് ബില്ല് ഒരു പാർട്ടിക്കും, അതായത് ഡെലിവറി വേറെ സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്രസ്സിൽ ഇവിടെ ചേഞ്ച് കൊടുക്കാവുന്നതാണ്. ഇനി താഴോട്ട് വരിക. ഇനി ഇവിടെ താഴെ വന്ന് നിങ്ങൾ പ്രൊഡക്റ്റ്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ HSN. ഇവിടെ മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നെയിം ഒന്നും മാൻഡേറ്ററി ഇല്ല. HSN കോഡും അതുപോലെ ക്വാണ്ടിറ്റി യൂണിറ്റും കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ഉള്ള. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ നെയിം എന്തായാലും കൊടുക്കുക, എന്താണ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, HSN കോഡ്, അതുപോലെ ക്വാണ്ടിറ്റി. ഇനി യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ കിലോഗ്രാംസിന് KGS ആണ്, ബാഗിന് ബാഗ്സ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. ഇപ്പോൾ ബാഗ് ആണ്, ബാഗിന് എൻ്റെ കോഡ് വരുന്ന ബാഗാണ്. അങ്ങനെ ഓരോത്തിനും ഓരോ കോഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് അതിൻ്റെ യൂണിറ്റിൻ്റെ അത് കിട്ടും. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറാണ്. അപ്പോൾ ഞാനിവിടെ ഇത് എൻ്റർ ചെയ്ത് അതിൻ്റെ HSN കോഡ് അടിച്ചിട്ട് എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റിൻ്റെ നെയിം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കാണിച്ചിട്ടുണ്ട്, അതുപോലെ HSN കോഡ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട്, അതുപോലെ ടാക്സബിൾ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CGST SGST കൂടി എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% ആണെങ്കിൽ 2.5, 12% 6. അപ്പോൾ അങ്ങനെ കാണിക്കണം നിങ്ങൾ. പിന്നെ അപ്പോൾ നിങ്ങൾ അതായത് കേരളത്തിനകത്തായത് കൊണ്ടാണ് ഇവിടെ IGST അത് എന്ത് ചെയ്യുന്നു ഇവിടെ, അതായത് ആക്റ്റീവ് അല്ലാതെ നടക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ആ GST നമ്പർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളെ പാർട്ടിയുടെ GST നമ്പർ ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ അത് ഓട്ടോമാറ്റിക് IGST ഇവിടെ ആക്റ്റീവ് ആവും, മറ്റേത് ഇവിടെ ഡിസേബിൾ ആയി വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി വരും. പിന്നെ ഞാനിവിടെ താഴെ ഇവിടെ റോഡ് വഴിയാണ് പോകുന്നത്, അതുപോലെ റെഗുലറാണ്, വെഹിക്കിൾ ടൈപ്പ് റെഗുലറാണ്, ഇവിടെ വെഹിക്കിൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ വന്നിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇനി ഇവിടെ താഴെ വന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക്, അതായത് ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് അവിടെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ 10 കിലോമീറ്റർ അവിടെ കൊടുക്കുക. 10 കിലോമീറ്റർ വരെ നിങ്ങൾ അവിടെ ചിലപ്പോൾ കാണില്ല. കൂടുതൽ ദൂരം വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണുക. അപ്പോൾ ഇനി താഴെ വന്നിട്ട് ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മെസ്സേജ് വരും, അതായത് സം ഓഫ് ദ ഫീൽഡ് മാൻഡേറ്ററി GST വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് ചോദിക്കും ഒരു അലർട്ട്. അപ്പോൾ വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വെബിൽ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് പ്രിൻ്റ് എടുക്കാതെ നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഈ സമയത്ത് നമ്മുടെ കറണ്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് ആയി പോവുക, അല്ലെങ്കിൽ നെറ്റ് പോവുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സാധനം വീണ്ടും തിരിച്ച്, അതായത് റീപ്രിൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രിൻ്റ് എടുക്കാതെ തന്നെ ഇവിടെ ലോഗ് ഔട്ട് ചെയ്യാണ്, ഇവിടെ ക്ലോസ് ചെയ്യണം. ഇവിടെ നമുക്ക് കാണാം ഒരു ഓപ്ഷൻ, ഈ ഒരു പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഗ് ഔട്ട് ആവും. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് നമ്മളിത് വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇ വെബിൽ, നമ്മുടെ കയ്യിൽ ഇ വെബിൽ നമ്പർ നമുക്ക് അറിയില്ല. അതുപോലെ നമ്മൾ ഇ വെബിൽ അടിച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ, അല്ലാതെ നമുക്ക് ഇ വെബിലിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും അറിയാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീണ്ടും എടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇ വെബിലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇ വെബിലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇ വെബിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് അതിൽ ഇ വെബിലിൻ്റെ നമ്പർ അറിയില്ല, നമുക്ക് പ്രിൻ്റ് എടുക്കാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ ആ കേസിൽ നമുക്ക് എങ്ങനെ ആ ഒരു റിപ്പോർട്ട് ആ ഒരു ഇ വെബിൽ നമുക്ക് വീണ്ടും എടുക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ റിപ്പോർട്ടിൽ വരിക, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണാൻ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മളെ മൈ ഇ വെബിൽ റിപ്പോർട്ട് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ആരോ കീയിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺ ആരയിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. നമ്മുടെ ഡേറ്റ് നമ്മളിപ്പോൾ ഈ ദിവസത്തെ ആയതുകൊണ്ട് ഈ ദിവസത്തെ ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സെലക്ട് സബ് യൂസർ എന്ന് കാണാം, അതിൽ നിങ്ങൾ താഴെ നിങ്ങൾക്ക് ഓൾ വേണമെങ്കിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ Eway ബില്ല് നമ്പർ, നമ്മൾ ആർക്കാണ് അടിച്ച പാർട്ടി, നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയി വരുമ്പോൾ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ HSN കോഡ്, അതേപോലെ തന്നെ HSN ഡിസ്ക്രിപ്ഷൻ, അതേപോലെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു Eway ബില്ലിൻ്റെ നമ്പറാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് കാണുന്ന Eway ബിൽ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ വീണ്ടും നമ്മളിവിടെ അതിൻ്റെ താഴെ കാണാൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. Ctrl+C അടിച്ചാൽ മതി, അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+C അടിച്ചിട്ട് കോപ്പി ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഹോമിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ വീണ്ടും ഹോമിലേക്ക് വരിക. ഇവിടെ ഹോമിൻ്റെ ബട്ടൺ കാണാം, നമുക്ക് ഈ ഏറ്റവും മുകളിൽ കാണാം. ഈ ഹോമിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ Eway ബില്ലിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴെ പ്രിൻറ്റ് Eway ബില്ല് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം താഴെ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ Eway ബിൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ Ctrl+V അടിച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ആവും, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ആ Eway ബില്ല് അടിച്ച ആ ബില്ല് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്കിത് ഇവിടെ താഴെ വന്നിട്ട് പ്രിൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് താഴെ വരിക. എന്നിട്ട് ഇവിടെ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രിൻറ്റ് കൊടുക്കുക, അല്ലാതെയും പ്രിൻറ്റ് എടുക്കുക. ഞാൻ ഇവിടെ പ്രിൻറ്റ് കൊടുക്കുക, പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇത് നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ഡയറക്റ്റ് പ്രിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സേവ് കൊടുക്കുകയാണ്. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യാണ്. ഞാനത് ഡെസ്ക്ടോപ്പിലേക്ക് അത് സേവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു Eway ബില്ല് നമുക്ക് റീപ്രിൻറ്റ് എടുക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ നമ്മളെ Eway ബില്ല് സബ്മിറ്റഡ് ആണോ എന്നുള്ളതും മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ Eway ബില്ല് ജനറേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ Eway ബില്ല് സമയത്ത് നിങ്ങൾക്ക് അതായത് ആ Eway ബില്ല് പ്രിൻ്റ് എടുക്കാതെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ആയിനോ എന്നുള്ള സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നന്ദി, നമസ്കാരം.